പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലിപ്സ്റ്റിക് ഇല്ലാതെ എന്തോന്ന് സൗന്ദര്യം. ചുണ്ടിന് ഈ ജനിക്കുമ്പോഴുള്ള നിറം മതിയോ? അതങ്ങ് നന്നായി ചോപ്പിക്കണ്ടേ? ഞാനിപ്പോൾ രക്തം കുടിച്ചിറങ്ങിയ യക്ഷിയാണ്, രക്തരക്ഷസാണ് എന്നൊക്കെ ആളുകൾക്ക് തോന്നണമെങ്കിൽ ചുണ്ട് ചോപ്പിക്കണ്ടേ? കളിയല്ല കിളിവാലൻ വെറ്റില തിന്നെൻ്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം, എൻ്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം. അതൊക്കെ പണ്ട് ഉണ്ണിയാർച്ചയുടെ കാലത്ത്, അമ്മൂമ്മമാരുടെ കാലത്ത്, അമ്മൂമ്മമാരുടെ കാലത്തും അല്ല, മുത്തശ്ശിമാരുടെ കാലത്ത്. ഇപ്പം നമുക്ക് ഈ കോലുണ്ട്, ലിപ്സ്റ്റിക്. അതുകൊണ്ടൊന്ന് 2-3 പ്രാവശ്യം ഉരച്ചു കഴിഞ്ഞാൽ ലേശം ഉള്ളിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊള്ളുകയും ചെയ്യും. ഭക്ഷണത്തിന് പകരവും കൂടി ചിലരുടെ ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സുന്ദരിയാവണോ, ചുണ്ടൊന്ന് ചോപ്പിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഈ ലിപ്സ്റ്റിക്ക്? എന്താണ് അതിനുള്ളിലുള്ളത്? സാധാരണ രീതിയിൽ അതിൽ ക്യാൻസറിന് വരെ കാരണമാകാവുന്ന ചില സാധനങ്ങളുണ്ട്. ക്യാൻസർക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിരവധിയായ മറ്റു ചില അസ്വസ്ഥതകൾ, പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. അതൊക്കെ മിക്കവാറും ചില മരുന്നുകൾ കൊണ്ട് നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിയുന്നതായിരിക്കും, ലക്ഷണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നതായിരിക്കും. ഒടുവിലാണ് എല്ലാം കൂടെ തികഞ്ഞ വൈരൂപ്യത്തിൻ്റെ ക്യാൻസർ ഉണ്ടാകുന്നത്. സാധാരണയായി ലിപ്സ്റ്റിക്കിലുള്ളത് ലെഡ്, കാഡ്മിയം പോലുള്ള ഹെവി മെറ്റൽസ് രണ്ടും ക്യാൻസറുകാരികളാണ്. ത്വക്കിൽ പുരളാൻ പാടില്ലാത്തതാണ്. ത്വക്കിൽ പുരണ്ടാൽ ഉള്ളിലേക്ക് കയറിപ്പോകും, തന്നെ കയറിപ്പോകുന്ന സാധനമാണ്. പാരബൻസ്, പിന്നെ താലേറ്റ്. പ്ലാസ്റ്റിക്കിന് വഴുവഴുപ്പ് നൽകാനൊക്കെ ആയിട്ട് ചേർക്കുന്ന സാധനമാണ് താലേറ്റ്. അത് വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് നല്ല വഴുവഴുപ്പുള്ളതാണ്. നമുക്ക് 2 അറ്റവും ബക്കറ്റിൻ്റെ കൂട്ടി മുട്ടിക്കാൻ പറ്റും. വാങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് അതുപോലെ മുട്ടിക്കാൻ നോക്കിയാൽ വെറുതെ പൊട്ടിപ്പോവും. താലേറ്റ് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ താലേറ്റ് ലിപ്സ്റ്റിക്കിലുണ്ട്. പാരബൻസ് ആയാലും താലേറ്റ് ആയാലും അറിയപ്പെടുന്ന ക്യാൻസർകാരികളാണ്. ചുണ്ടിൽ തേക്കുന്ന സാധനങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ലെഡ് വളരെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ന്യൂറോ ടോക്സിക് സാധനമാണ്. അത് ഉള്ളിൽ കടന്നാൽ അവിടെ അങ്ങനെ കിടക്കും, കൂടിക്കൊണ്ടേയിരിക്കും. വരുന്നതെല്ലാം അവിടെ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അക്യുമുലേറ്റീവ് ഇഫക്റ്റ് വരുന്ന ഒന്നാണ്. അപ്പോൾ പലരും കരുതും, ഇത്തിരി ഒന്ന് പുരട്ടിയെന്ന് എഴുതിയിട്ട് അതിൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ദിവസേനയാകുമ്പോൾ ഇത് അക്യുമുലേറ്റ് ചെയ്ത് ശരീരത്തിൽ എവിടെ പോയി കിടക്കും, അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ദുരിതങ്ങൾ പിന്നീടുണ്ടാകുക. ഇപ്പോൾ പതുക്കെ നിങ്ങൾക്ക് ന്യൂറോളജിക്കലായിട്ടുള്ള നാഡീഞരമ്പുകളായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ വരാം, പ്രത്യുൽപാദനത്തിന് തകരാറ് വരാം. ഈ ചുണ്ടി പറ്റുന്ന സാധനം പ്രത്യുൽപാദന അവയവങ്ങളിൽ പോയി എങ്ങനെയാണ് തകരാറുണ്ടാക്കുക? അതാണ് നേരത്തെ പറഞ്ഞത്, ഇതെവിടെ പോയാണ് അടിഞ്ഞുകൂടുന്നത്, അതിനനുസരിച്ചായിരിക്കും രോഗദുരിതങ്ങൾ. കാഡ്മിയവും ക്രോമിയവും. കാഡ്മിയം വൃക്കകൾക്കാണ് കൂടുതൽ കേടുണ്ടാക്കുക. ക്രോമിയമാണെങ്കിൽ ക്യാൻസർ തന്നെ നേരിട്ടുണ്ടാക്കാൻ കഴിവുള്ളൊരു സാധനമാണ്. പ്രൊപ്പൈൽ പാരബൻ, മീഥൈൽ പാരബൻ ഒക്കെയാണ് ലിപ്സ്റ്റിക്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അതിനുള്ളിൽ ബാക്ടീരിയ ഒന്നും അങ്ങനെ പെരുകാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനമാണ്. പക്ഷെ അത് മിമിക് ചെയ്യും, ഈസ്ട്രജനെ മിമിക് ചെയ്യും. അതേപോലെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ തകരാറുണ്ടാക്കും. ഇപ്പോൾ സ്ത്രൈണ സ്വഭാവമൊക്കെ മാറിയെന്ന് വരാം. ഈസ്ട്രജൻ മിമിക്കിങ് വന്നാൽ ബ്രസ്റ്റ് ക്യാൻസർ വരാം, എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാവാം. കൊച്ചു പെൺകുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ വരാം. മെൻസസ് സൈക്കിൾ തന്നെ താളം തെറ്റും. പ്രത്യുൽപാദന തകരാറുകൾ ഉണ്ടാകാം. പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ അളവ് മാറാം, ബീജങ്ങളുടെ അളവ് കുറയാം, അവയുടെ ക്വാളിറ്റി, ബീജങ്ങളുടെ ചൈതന്യം പോവാം. സ്ത്രീകളുടേതുപോലെ മാരടം വലുതാവാം. ഗർഭകാലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ
ഭ്രൂണത്തിന് വരെ തകരാറ്, ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് വരെ തകരാറുണ്ടാക്കാം. തൈറോയിഡ് തകരാറ്, ഹൃദയത്തിന് തകരാറ്, ഇങ്ങനെ നിരവധിയായ തകരാറുകൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ളതാണ് പാരബൻ്റെ ഈസ്ട്രജൻ മിമിക്കിങ്. എല്ലാവർക്കും ഒരു തോന്നലുണ്ട് എനിക്ക് കുഴപ്പമൊന്നും വരില്ല, ഇനി എന്തെങ്കിലും കുഴപ്പം തോന്നുകയാണെങ്കിൽ ഞാൻ അന്നേരം നിർത്തിയേക്കാം. അതല്ലെങ്കിൽ എന്താ കുഴപ്പം, എന്ത് രോഗം വന്നാലും ആശുപത്രിയും മരുന്ന് കൊണ്ടെന്നുള്ള ഒരു മിഥ്യാധൈര്യത്തിലാണ്, ഭ്രാന്തമായൊരു ചിന്തയിലാണ് മനുഷ്യർ ഈ വക സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിക്കുന്നത്. ടാലേറ്റ്സ്, ഫ്രാഗ്രൻസ്, പെർഫ്യൂം എന്നൊക്കെയുള്ള പേരിലായിരിക്കും ഈ താലേറ്റുകളെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതുന്നിടത്ത് കുറിച്ചിട്ടുണ്ടാകുക. പഠിച്ച വിഡ്ഢികൾ ആ ഫ്രാഗ്രൻസ് അല്ലേ, പെർഫ്യൂം അല്ലേ എന്ന് കരുതി അങ്ങ് വിഴുങ്ങിക്കോളും. പിന്നെ പെട്രോളിയം ഡെറിവേറ്റീവ്സ് ഉണ്ട്. അത് മിനറൽ ഓയിൽ ആയിരിക്കാം, പാരഫിൻ ആയിരിക്കാം. അതൊരു ബേസ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ബേസ് ഇൻഗ്രീഡിയൻ്റ് ആണ് പെട്രോളിയത്തിൽ നിന്നുള്ള പെട്രോ കെമിക്കൽ സാധനങ്ങൾ. PAHS എന്ന് പറയുന്ന പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ശരീരത്തിലെ കൊഴുപ്പിൽ പോയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുക. പിന്നെ സിന്തറ്റിക് ഡൈ, കോൾട്ടാർ കളറുകളുണ്ട്. അത് DNC എന്നും FD&C എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാത്തതാണെന്ന് കരുതിക്കോളും. പഠിച്ച വിഡ്ഢികളാണല്ലോ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പുറകെ ഒരു നമ്പർ FD&C, ഈ നമ്പറും കൂടി അടിച്ചത് എന്ത് സാധനമാണ്, ഇതെന്താണ് ശരീരത്തിൽ ചെയ്യുക എന്ന് നോക്കാനുള്ളൊരു വിവേകം പഠിക്കും തോറും മനുഷ്യർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ PFAS ഉണ്ട്, ഫോറവർ കെമിക്കൽസ് വേറെയുണ്ട്. അവയും ശരീരത്തിലെ കലകളിൽ പോയി അടിഞ്ഞുകൂടി കിടക്കുന്നവയാണ്. കോശങ്ങളിൽ അടിയുന്നവയുണ്ട്, കൊഴുപ്പിൽ അടിയുന്നവയുണ്ട്, ഓരോരോ ഗ്രന്ഥികളിൽ പോയി അടിയുന്നവയുണ്ട്. പല സ്ഥാനങ്ങളിലേക്കാണ് ഈ ലിപ്സ്റ്റിക്കിലെ ഓരോരോ സാധനങ്ങൾ ചെന്ന് കയറി ഓരോരോ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. കയ്യിലെ കാശ് കൊടുത്ത് കടിക്കണ ലിപ്സ്റ്റിക്ക് വാങ്ങണോ, ഇനി വാങ്ങണമെന്ന് തീരുമാനിച്ചാൽ തന്നെ കെമിക്കൽ ഇല്ലാത്ത, ഇത്തരത്തിലുള്ള വിഷസാധനങ്ങളില്ലാത്ത പ്രകൃതിദത്തമായ സാധനങ്ങൾ. അപ്പോൾ ചിലർ ചോദിക്കും അതും കെമിക്കൽ ഇല്ലേ, അതിൽ പ്രകൃതിദത്തമായതൊന്നും കെമിക്കൽ അല്ലേ, അന്തിമമായ വിശകലനത്തിൽ അതും കെമിക്കൽ അല്ലേ എന്ന് ചോദിക്കും. അവ ശരീരവുമായി ചേർന്ന് പോകുന്നവയാണ് എന്നുറപ്പ് വരുത്തിയാൽ മതി. ശരീരത്തിന് സഹിക്കാൻ കഴിയുന്ന ജൈവമായ സാധനങ്ങളാണ് എന്നുറപ്പ് വരുത്തിയാൽ മതി. ജൈവമായതിലും ശരീരത്തിന് ചേരാത്തതുണ്ടാകും. അപ്പോൾ പിന്നെ ഈ സാധനങ്ങൾ പുരട്ടുന്ന അവിവേകത്തെക്കുറിച്ച് എന്താ പറയുക? ജാഗ്രതയോടെ ജീവിക്കണം. സൗന്ദര്യത്തിൻ്റെ താൽക്കാലികമായ തിളക്കമല്ല, ആരോഗ്യത്തിൻ്റെ സൗന്ദര്യ തിളക്കമാണ് നമുക്ക് വേണ്ടത്. കഴിയുന്നത്ര ഷെയർ ചെയ്യണം. ആരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.